ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഷോപ്പിഫൈയിൽ പുതിയ അപ്ഡേറ്റ് ആയ ഗ്രൂപ്പ് സെക്ഷൻ അല്ലെങ്കിൽ ഓരോ കാറ്റഗറിയും എങ്ങനെ ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്യാം എന്ന് നോക്കുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഇറങ്ങുന്ന ഷോപ്പിഫൈയുടെ തീംസ് എല്ലാം മെജോറിറ്റിയും ഹൊറിസോൺ ബേസ്ഡ് ആണ്. അവരുടെ ഷോപ്പിഫൈയുടെ ന്യൂ തീമാണ് ഹൊറിസോൺസ്. അപ്പോൾ പഴയ ഡോൺ തീമിനെക്കാളും കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആണ് ഹൊറിസോൺ തീം. ആ ഹൊറിസോൺ തീമിൽ വരുന്ന ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചറാണ് ഈ ഗ്രൂപ്പ് ഫംഗ്ഷൻ. അതായത് ഇപ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് കാറ്റഗറീസ് ഉണ്ട്, പേര്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് എന്ന് വയ്ക്കുക. അപ്പോൾ ഇത് മൂന്നും നമുക്ക് ഒരേ ഗ്യാപ്പ് കൊടുക്കുക, ഇത് തമ്മിൽ ഫോണ്ട് ഒന്ന് സെറ്റ് ചെയ്യുക, ഒരേ അലൈൻമെൻറ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. ഇപ്പോൾ ഈ ഗ്രൂപ്പ് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ വേരിയസ് എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം, നമുക്ക് ഈ ഗ്രൂപ്പ് എങ്ങനെയൊക്കെ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാമെന്ന്. ഓക്കെ, വീഡിയോയിലോട്ട് വരുവാണെങ്കിൽ ഇതൊരു പ്രോഡക്റ്റ് പേജ് ആണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് പേജിൽ ഗ്രൂപ്പ് ഫംഗ്ഷൻ എങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് മറ്റ് സബ് ഗ്രൂപ്പുകൾ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നോക്കാം. അതുപോലെ തന്നെ ഇതൊരു പ്രോഡക്റ്റ് പേജ് ആണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് പേജിൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഡെമോ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ, ഇത് ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ്സ് എങ്ങനെയാണ് കാറ്റഗറി ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഒരു കളക്ഷൻ പേജിൽ നമുക്ക് എങ്ങനെയൊക്കെ ഗ്രൂപ്പ് യൂസ്ഫുൾ ആകും, അല്ലെങ്കിൽ ഗ്രൂപ്പ് എവിടെയൊക്കെ ഏതൊക്കെ സിനാരിയോയിൽ ഗ്രൂപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പ് നമുക്ക് ഒന്ന് പഠിച്ചെടുത്താൽ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. അതായത് നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് ഷോപ്പിഫൈയിലെ പേജുകൾ കുറച്ചും കൂടി കസ്റ്റമൈസ് ചെയ്യാൻ എളുപ്പമാണ് ഈ ഗ്രൂപ്പ് അറിഞ്ഞിരുന്നാൽ. ഓക്കെ, വീഡിയോയിലോട്ട് വരുവാണെങ്കിൽ ഇതാണ് എൻ്റെ ഒരു നോർമൽ കളക്ഷൻ പേജ്. അതായത് പ്രോഡക്റ്റ് ഉണ്ട്, എൻ്റെ ബ്രാൻഡ് നെയിം ഉണ്ട്, പേരുണ്ട്, പ്രൈസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നോർമലി ഞാൻ ഈ പ്രോഡക്റ്റ് കാർഡിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിലാണ് എനിക്ക് സെലക്ട് ആവുന്നത്. അതായത് പേജും പേരും എല്ലാം സെലക്ട് ആവുന്നുണ്ട്. സോ ഇതിൽ എനിക്ക് വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ഗ്യാപ്പ് വരുന്നുണ്ട്, നമുക്ക് എത്ര ഗ്യാപ്പ് ഇടാം, അതായത് ഈ ഡിസ്റ്റൻസ് ഇടാം, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ നമുക്കിതിൽ കിട്ടുന്നുള്ളൂ. അതായത് വളരെ ലിമിറ്റഡ് ആണ് ഇതിൻ്റെ എഡിറ്റിംഗ് ഓപ്ഷൻസ്. അതായത് നമുക്കൊരു ബ്രാൻഡിൻ്റെ പേരിൻ്റെ സൈസോ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ സൈസ് മാറ്റാം, ബട്ട് ഇത് തമ്മിലുള്ള ഗ്യാപ്പുകളോ വിഡ്ത്തൊക്കെ ഒന്നിച്ചൊന്ന് സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇതിന് പകരമായിട്ട് ഞാനിപ്പോൾ മറ്റൊരു ഓപ്ഷൻ പറയുവാണെങ്കിൽ നമുക്കിവിടെ ഗ്രൂപ്പ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ടെസ്റ്റ് എല്ലാം കളയുവാണ്. ഞാൻ ഈ ടെസ്റ്റ് എല്ലാം ഇവിടെ നിന്ന് കളയുവാണ്. ഇതിൽ ഞാനൊരു ബ്ലോക്ക് ആഡ് ചെയ്യുകയാണ്. ബ്ലോക്കായിട്ട് ഇവിടെ വരുന്ന ഗ്രൂപ്പ് ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഈ പ്രോഡക്റ്റ് കാർഡിൻ്റെ അകത്തായിട്ട് എനിക്കൊരു ഗ്രൂപ്പ് വന്നു. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ അകത്തായിട്ട് എനിക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം? സോ ഞാൻ ഗ്രൂപ്പിൻ്റെ അകത്ത് ഒരു ടെസ്റ്റ് കൊടുത്തു. ഞാൻ ടെസ്റ്റ് കൊടുത്തു. ഞാൻ ആ ടെസ്റ്റിനെ റീനെയിം ചെയ്യുവാണ്. റീനെയിം ഇപ്പോൾ നമുക്ക് ടെസ്റ്റിന് എന്തൊക്കെയാണ് പേര് കൊടുക്കുന്നത്, ഞാൻ ആ ടെസ്റ്റിന് ബ്രാൻഡ് നെയിം കൊടുത്തു. അതായത് എനിക്ക് ഏതാണ് ആ പ്രോഡക്റ്റിന് വേണ്ട ബ്രാൻഡ് നെയിം വരുന്നത്. ഓക്കെ, ഞാൻ ആ ടെസ്റ്റിൻ്റെ മുകളിൽ കൊടുത്തു. ഞാൻ ഈ പ്രോഡക്റ്റ് ഇമേജും കൂടി ഇവിടെ കളയുവാണ്, കാരണം അതും കൂടി നമുക്ക് ഇതിവിടെ കളഞ്ഞിട്ട് ഞാൻ ഈ ബ്ലോക്ക് ഇവിടെ ആഡ് ചെയ്യുവാണ്, പ്രോഡക്റ്റ് ഇമേജ്. ഓക്കെ, പ്രോഡക്റ്റ് ഇമേജ് വരുന്നുണ്ട്. തൊട്ട് താഴെ ഒരു ഗ്രൂപ്പായിട്ട് ഞാൻ ടെസ്റ്റ് ആഡ് ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു ടെസ്റ്റ് കോളം ആഡ് ചെയ്തു. ഇനി ഞാൻ പ്രൈസ് ആഡ് ചെയ്തു. അതായത് ഞാനൊരു 3 സെറ്റ് ഇതിൽ ആഡ് ചെയ്തു. ഞാൻ ഇതിൽ ഫസ്റ്റത്തെ അതിന് ബ്രാൻഡ് നെയിം കൊടുത്തു. രണ്ടാമത്തത് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്തു, റിമൂവ് ചെയ്തു. എന്നിട്ട് മെറ്റാ ഫീൽഡിൽ കൂടി ഞാൻ പ്രോഡക്റ്റിൻ്റെ ടൈറ്റിൽ കൊടുക്കുവാണ്. പ്രോഡക്റ്റിൻ്റെ ടൈറ്റിൽ കൊടുത്തു. മൂന്നാമത് ഞാൻ പ്രൈസ് കൊടുത്തു. അതായത് ഇത് മൂന്നും നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. അതായത് ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് വരുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ 3 നെയിംസ്. അപ്പോൾ ഞാൻ ഈ 3 നെയിംസിൽ നമുക്ക് എത്ര ഗ്യാപ്പ് വേണമെന്ന് ഫില്ല് ചെയ്യാം. കാരണം ഈ പിക്ക് അല്ലാതെ ഈ ഒരു 3 ടൈറ്റിൽ മാത്രം ഞാനിപ്പോൾ ഒരു
15 ഇതൊരു ഗ്യാപ്പ് ഇടുവാണ്. സോ ഈ ടൈറ്റിൽ മാത്രം ഇവിടെ എത്രയാകും? ഇനി എനിക്കിതിൻ്റെ അലൈൻമെൻറ്റ് സെൻറ്റർ ആക്കണോ? അപ്പോൾ ഞാൻ ഇവിടുന്ന് സെൻറ്റർ ആക്കി. അലൈൻമെൻറ്റ് എങ്ങനെ സെൻറ്റർ ആക്കി? സോ അതുപോലെ തന്നെ ഇത് ഹൊറിസോണ്ടൽ ആക്കണോ? സോ അത് ഹൊറിസോണ്ടലായി. സോ നമ്മൾ ഈ ഗ്രൂപ്പ് മൊത്തത്തിൽ ഒരേ ഒരു പാറ്റേൺ സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഇവിടെ യൂസ്ഫുൾ ആണ്. നമുക്ക് നോർമൽ സിനാരിയോയിൽ നമുക്ക് ഈ പിക്കും ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് സെലക്ട് ആവുന്നത്. ബട്ട് ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കണക്കിന് ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പോ അതോ ഇനിയും വേണമെങ്കിൽ ഒരു ടെസ്റ്റും കൂടി ആഡ് ചെയ്യാം. സോ അങ്ങനെ ഇതിനെയെല്ലാം ഒറ്റ ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് പിക്ക് ഒരു സെറ്റും, അതായത് ഡിസ്ക്രിപ്ഷൻ എല്ലാം മറ്റൊരു സെറ്റും. ആ ഡിസ്ക്രിപ്ഷൻ എല്ലാം നമുക്ക് നമ്മുടേതായ പാറ്റേൺ അതിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഇത് വളരെ ബേസിക് ആണ്. ഇനി കുറച്ചും കൂടെ അഡ്വാൻസ്ഡോട്ടിൽ പോയാൽ, അതായത് ഇത് ഒരു പ്രോഡക്റ്റിന്റെ പേജ് ആണ്. പ്രോഡക്റ്റ് പേജ് ഞാനിവിടെ ഒരു ഓൾറെഡി ഇതിൽ ഡേറ്റ കുറച്ചധികം ഉണ്ടായിരുന്നു. സോ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിനായിട്ട് ഇതൊന്ന് പറഞ്ഞു തരാനായിട്ടാണ് ഈ പ്രോഡക്റ്റ് എല്ലാം റിമൂവ് ചെയ്യുന്നത്. സോ എനിക്ക് 2 പ്രോഡക്റ്റ് കാറ്റഗറി ഉണ്ട്. സോ ഞാനൊരു ആഡ് ബ്ലോക്ക് കൊടുക്കുവാണ്. ഇവിടെ ടെസ്റ്റിന്റെ ആഡ് കൊടുത്തു. സോ നമുക്ക് ഈ ഒരു സൈഡിൽ ശരിക്കും പേര്, ബ്രാൻഡ് നെയിം, അതുപോലെ തന്നെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ ആ ഒരു ബട്ടൺ, ഇതെല്ലാം ഗ്രൂപ്പിൽ ഒറ്റ സെഗ്മെന്റിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പൊ നോർമലി ഞാൻ ആഡ് ചെയ്യുവാണ്, അതായത് ഗ്രൂപ്പ് ഫംഗ്ഷൻ ഇല്ലാതെ. സോ ഞാൻ ഗ്രൂപ്പ് ഫംഗ്ഷൻ ഇല്ലാതെ ആഡ് ചെയ്തു. ഒരു ടെസ്റ്റ് കൊടുത്തു, ഒരു ഹെഡിങ് കൊടുത്തു, ഒരു ബൈ ബട്ടൺ കൊടുത്തു. ഇങ്ങനെ കൊടുത്തു എന്ന് വയ്ക്കാം. അതായത് ഞാൻ ഈ ടെസ്റ്റിന് എല്ലാം ബ്രാൻഡ് നെയിം കൊടുക്കുവാണ്. ഞാനിപ്പോൾ ഇതിൽ ബ്രാൻഡ് നെയിം കൊടുത്തു. അതുപോലെ തന്നെ ഹെഡിങ്ങിന് ഞാനിപ്പോൾ ഡെമോ ആയതുകൊണ്ട് ഡെമോ കൊടുക്കുവാണ്. അതായത് ഈ പ്രോഡക്റ്റിന്റെ പേജ് നമുക്ക് ഡിഫാൾട്ട് പേജ് ഉണ്ടെങ്കിൽ ഇവിടെ മെറ്റാ ഫീൽഡിൽ കൂടി ആ ഒരു ടൈറ്റിൽ സെലക്ട് ചെയ്താൽ മതിയാവും. ഡെമോ കൊടുത്തു. ഇനിയിപ്പോൾ ഡെമോയ്ക്ക് അടിയിൽ ഞാൻ ഒരു ടെസ്റ്റും കൂടെ കൊടുക്കാം, കാരണം ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട്. ഓക്കെ, ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇങ്ങനത്തെ സിനാരിയോ വരുമ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അതായത് ഒരു ഡീറ്റെയിൽസ് ഉണ്ട്, അതിനകത്ത് ടെസ്റ്റ് ഉണ്ട്. സോ അത് പല രീതിക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. അതായത് ഞാനിപ്പോൾ ഈ ടെസ്റ്റിന് കുറച്ച് ഫോണ്ടൊക്കെ മാറ്റണം. ഞാനിപ്പോൾ ടെസ്റ്റ് മാറ്റി. സോ ഇതിന്റെ അലൈൻമെന്റ് തമ്മിൽ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതായത് ഞാനിതിപ്പോൾ ഇങ്ങനെ കൊടുത്തു, അതായത് ഒരു ചെറിയ സൈസിലായിട്ട്, ഒരു സെറ്റ് ഓഫ് കാറ്റഗറി ആയിട്ട്. എന്നാൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ ഇതിനെയെല്ലാം ആഡ് ബ്ലോക്ക്, ഇവിടെ ഒരു ബ്ലോക്ക് കൊടുത്തു, ഒരു ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്യുവാണ്. അതായത് ഞാനിപ്പോൾ ഓൾറെഡി ആഡ് ചെയ്ത കണ്ടന്റ് എല്ലാം റിമൂവ് ചെയ്യാണ്. ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്തു. ഗ്രൂപ്പിൻ്റെ അകത്തായിട്ട് ഞാനൊരു ടെസ്റ്റ് കണ്ടന്റ് കൊടുത്തു. ഇത് നമുക്ക് ഒരു ബ്രാൻഡ് നെയിം കൊടുക്കാം. സോ ഞാൻ അടുത്തായിട്ട് ഒരു ടെസ്റ്റ് കൊടുത്തു, അത് ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു ബൈ ബട്ടൺ കൊടുക്കുവാണ്. ബൈ ബട്ടൺ കൊടുത്തു. സോ ഇതെല്ലാം ഈ ഡീറ്റെയിൽസിൻ്റെ അകത്ത് വരുന്ന ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പാണ്. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. സോ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ പകരം ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെ ഇത് കൂടി ആഡ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉള്ളത്. സോ ഇതിനെ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇത് മൊത്തത്തിൽ സെലക്ട് ആവും. സോ നമുക്ക് എന്താ പറയാൻ, ബട്ടൺസ്, പേര്, അതിന് പേര് മാറ്റി നമ്മളെ വെണ്ടർ, അതായത് ബ്രാൻഡ് നെയിം ഏതാണോ പ്രോഡക്റ്റിന് ബ്രാൻഡ് നെയിം വരുന്നത് ആ ടൈറ്റിൽ കൊടുത്തു. അതുപോലെ തന്നെ ഇതിന് നമുക്ക് എന്താ പ്രോഡക്റ്റ് പേര് വേണ്ടത്,
സോ ഞാൻ ആ ടൈറ്റിൽ കൊടുത്തു. സോ ഇങ്ങനെ നമുക്ക് ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പുകളാക്കാം. സെറ്റ് ഓഫ് ഗ്രൂപ്പ് ആക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്കിതിനെ മൊത്തത്തിൽ ഒന്നിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. അതായത് എനിക്കിപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് ഹൊറിസോണ്ടൽ ആക്കുവാണ്, സോ ഹൊറിസോണ്ടൽ ആക്കാൻ കഴിയും. സോ വെർട്ടിക്കലാണ്, വെർട്ടിക്കലിൽ തന്നെ ലെഫ്റ്റ് മാറ്റിയിട്ട് സെൻറ്റർ ആക്കണോ, സെൻറ്റർ ആക്കാൻ കഴിയും. പൊസിഷൻ തന്നെ നമുക്ക് ബോട്ടം ആക്കണോ, ബോട്ടം ആക്കാൻ കഴിയും. സോ ഇങ്ങനെ ഒന്നിച്ച് ആ ഒരു സെറ്റ് ഓഫ് കാറ്റഗറി ഒന്നിച്ച് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഗ്രൂപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇത് കുറച്ചുകൂടി നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ യൂസ്ഫുൾ അറിയാൻ കഴിയൂ. കാരണം നോർമലി നമ്മൾ ചെയ്യുന്ന എപ്പോഴും നമുക്ക് ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് കാറ്റഗറിക്ക് നമുക്ക് അലൈൻമെൻറ്റിൽ ഒരേ സെറ്റ് ഓഫ് അലൈൻമെൻറ്റ് ഇടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോൾ ഫൈനൽ പേജിൽ അത് മൊത്തത്തിൽ ഒന്ന് നമുക്ക് ആകെ കൺഫ്യൂഷൻ ആകുന്ന രീതിക്കാവാം വരുന്നത്. സോ കുറച്ചും കൂടി സിമ്പിളാണ് ഈ ഗ്രൂപ്പ് ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനോ മറ്റൊക്കെ ആഡ് ചെയ്യുന്ന പേജ് സെറ്റ് ചെയ്യുവാണെങ്കിൽ. ഇനി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഞാനൊരു കോണ്ടാക്ട് പേജ് ഉണ്ടാക്കുവാണ്. അപ്പോൾ ഈ കോണ്ടാക്ട് പേജ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിൽ ഞാൻ ഗ്രൂപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഗ്രൂപ്പ്, ഇതിനെ മൊത്തം ഞാൻ ഒരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്തായിട്ട് മറ്റ് സബ് ഗ്രൂപ്പുകളെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഇതിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ മതിയാവും. സോ ഇത് മാത്രം എനിക്ക് ഇതിലെ ഈ രണ്ട് എഡിറ്റ്, അതായത് ഐക്കണും അതുപോലെ തന്നെ ടെസ്റ്റ് എന്നുള്ളത് മാത്രം കൺസിഡർ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇൻ കേസ് നമുക്കൊരു അഡീഷണൽ അത് ആഡ് ചെയ്യണം. അതായത് ഞാൻ ഇവിടെ ഒരു ബ്ലോക്ക് ആഡ് ചെയ്യുവാണ്. അതായത് എനിക്കൊരു ഐക്കൺ വേണം, ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്യാം. ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഞാനൊരു ഗ്രൂപ്പ് ആഡ് ചെയ്തു. ഗ്രൂപ്പിൻ്റെ അകത്തായിട്ട് ഞാനൊരു ഐക്കൺ ആഡ് ചെയ്തു. ഐക്കൻ്റെ അടിയിലായിട്ട് ഞാനൊരു ടെസ്റ്റ് ആഡ് ചെയ്തു. വീണ്ടും വേണമെങ്കിൽ എനിക്കൊരു ടെസ്റ്റ് ആഡ് ചെയ്യാം. സോ ഞാൻ ഇത് മൊത്തത്തിൽ ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ആക്കി. എനിക്കിനി ഈ ഒരു ഐക്കൺ സെൻട്രൽ വരണം. സോ ഞാൻ സെൻട്രൽ കൊടുത്തു. സോ ഐക്കൺ സെൻട്രൽ ആകാൻ കഴിയും. സോ എഡിറ്റ്, ഇപ്പം ഞാനൊരു ഹായ് കൊടുത്തു, അല്ലെങ്കിൽ രണ്ടാമത്തെ അതിന് NDS എന്ന് കൊടുത്തു. സോ ഇതിന് മൊത്തത്തിൽ നമുക്ക് ഒന്നിച്ച് സെലക്ട് ചെയ്യാം. അതായത് ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇത്രയും മാത്രം നമുക്കതിനെ സെലക്ട് ചെയ്യാൻ കഴിയും. അല്ലാതെ നമ്മളിപ്പോൾ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഈ സെക്ഷനെയോ ഒന്നിച്ചായിരിക്കും സെലക്ഷൻ വരുന്നത്. സോ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാകും. അപ്പോൾ ഗ്രൂപ്പ് ഫംഗ്ഷൻ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണോ ഒരു പർട്ടിക്കുലർ ടൈറ്റിലും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് മാത്രം വേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്ത് ഞാനിപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ആക്കാം. സോ ഇത് ബാക്കിയുള്ള ഈ സെക്ഷനിലെ അകത്തുള്ള ചെറിയ ചെറിയ ബ്ലോക്കുകളെയോ ഒന്നും ബാധിക്കുന്നില്ല. നമുക്കിത് മാത്രം എഡിറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഇങ്ങനെയാണ് ഗ്രൂപ്പ് ഫംഗ്ഷൻ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു ബ്രാൻഡ് നെയിമിൻ്റെയോ അല്ലെങ്കിൽ പേജോ ആഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ അങ്ങ് കളയുവാണ്. ഞാനൊരു സ്പ്ലിറ്റ് സൈസ് എടുക്കുവാണ്. സ്പ്ലിറ്റ് ഷോക്കേസ് എന്ന പേജ് എടുത്തു. ഞാനിതിൽ ആ ടെസ്റ്റുകളെല്ലാം കളയുവാണ്. ബട്ടൺസ് എല്ലാം കളയുന്നു, സ്പേസ് എല്ലാം കളയുന്നു. രണ്ടിലെയും ഇമേജും കളയുവാണ്. അപ്പോൾ എനിക്ക് ഈ രണ്ട് സ്പേസ് ഉണ്ട്. എനിക്കിവിടെ ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്യണം. ഓൾറെഡി ഇതിനെ സ്പ്ലിറ്റ് സെക്ഷനെ രണ്ട് ഗ്രൂപ്പായിട്ടാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരെണ്ണത്തിൻ്റെ അകത്തായിട്ട് വീണ്ടും ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്തു. ടെക്സ്റ്റ് ആഡ് ചെയ്തു.
ടെക്സ്റ്റ് ബുക്കിൻ്റെ കളർ ഇവിടെ മാറിക്കിടക്കുവാണ്. അതാണ് നമുക്ക് ആ ഒരു ഓക്കെ കളർ ഓക്കെ ആയി. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഗ്രൂപ്പിൻ്റെ അകത്ത് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ഐക്കൺ ആഡ് ചെയ്തു. ഞാൻ വീണ്ടും ഒരു ഡിവൈഡർ ആഡ് ചെയ്തു. സോ ഇതേ ഗ്രൂപ്പിന് ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് കൂടി എടുക്കുവാണ്. 1 2. സോ ഇതിനെ മൊത്തത്തിൽ ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അതായത് ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് 3 സബ് ഗ്രൂപ്പാണ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുള്ളത്. അതായത് നമുക്ക് ഈ സൈഡ് നോക്കിയാൽ മനസ്സിലാകും, ഒരു മെയിൻ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൻ്റെ അകത്ത് 3 സബ് ഗ്രൂപ്പ്. അതായത് ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇതൊരു ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പ്, ഇതൊരു ഗ്രൂപ്പ്. സോ ഈ ഗ്രൂപ്പിനെ ഞാൻ ഇപ്പോൾ ഒരു പേരിടുവാണ്, ഹായ് എന്നിടുന്നു. സെക്കൻഡ് ഗ്രൂപ്പിനെ ഹായ് എന്നിടുന്നു. തേർഡ് ഗ്രൂപ്പിനെയും ഹായ് എന്നിടുന്നു. അതായത് നമുക്ക് ഈ 3 ഗ്രൂപ്പിനെ ഒന്നിച്ച് സെലക്ട് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ടും സെലക്ട് ചെയ്യാം. ഞാൻ ഈ മൊത്തം ഗ്രൂപ്പിനെ ഒന്നിച്ച് സെലക്ട് ചെയ്തു. ഇതിനെ മാറ്റി എനിക്കിനി ഹൊറിസോണ്ടൽ ആക്കണം. സോ ഹൊറിസോണ്ടൽ വ്യൂവിൽ ഇത് കിട്ടി. സോ ഇങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഒരു എബൌട്ട് അസ് പേജോ അല്ലെങ്കിൽ കോണ്ടാക്ട് പേജോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഐക്കണോ ആഡ് ചെയ്യാനായിട്ട് ഈ ഗ്രൂപ്പ് ഫംഗ്ഷൻ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഗ്രൂപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് തുടങ്ങിയെന്നറിയില്ല. പക്ഷേ ഇപ്പോഴും ഗ്രൂപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാനും ഇത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. ആക്ച്വലി ഞാനും ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ച സമയത്ത് എനിക്കും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഹൊറിസോൺ തീമിൽ ഉള്ള പല ഫങ്ഷൻസും ഇപ്പം നമുക്ക് അലൈൻമെൻറ്റ് പ്രോപ്പറായിട്ട് വരുന്നില്ല, പ്രോപ്പറായിട്ട് കറക്റ്റ് ആകുന്നില്ല. കാരണം ഡോൺ തീമിൽ നിന്ന് മാറുമ്പോൾ ഹൊറിസോൺ കുറച്ചും കൂടിയൊക്കെ ഒരു അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ബിഗിനേഴ്സ് ആകുമ്പോൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ടിയാണ്. പക്ഷേ ഗ്രൂപ്പ് ഫംഗ്ഷൻ പഠിച്ചതിന് ശേഷം നമുക്ക് ഒരു പേജ് കുറച്ചധികം വ്യൂവിൽ കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും. സോ നിങ്ങളും ഗ്രൂപ്പ് ഫംഗ്ഷൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു ഷോപ്പിഫൈ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, നമുക്ക് അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.